മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി കാതോർത്ത് നിൽക്കുകയാണ്. ഇന്ന് ദിവ്യകരുണയുടെ തിരുനാളല്ലേ? എത്ര വലിയ മാരകമായ പാപികളാണെങ്കിലും കർത്തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലരാക്കുന്ന പുണ്യമായ ദിനമാണ്. എല്ലാവരോടുമായി ഈശോ പറയുന്നു, നല്ല മനസ്സോടെ ജീവിക്കുക, സംതൃപ്തിയോടെ മുന്നോട്ട് നീങ്ങുക. മരക്കൊമ്പിൽ ഇരിക്കുന്ന കിളി കൊമ്പിലല്ല, ദൈവം തന്ന ചിറകുകളിലാണ് വിശ്വസിക്കേണ്ടത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരോട് ഇന്ന് കർത്താവ് പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അത്രയും ശക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ഭക്തർക്ക് പ്രതിഫലമുണ്ടെന്ന്. നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം മറ്റുള്ളവരിൽ നമ്മൾ കണ്ടെത്തരുത്, മറിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൽ കണ്ടെത്തണം. ആനന്ദത്തിൻ്റെ ഉറവ ഉള്ളിലാണ് ഇരിക്കുന്നത്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ ആനന്ദത്തിൻ്റെ ഉറവയായ ദൈവം ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഈ യഥാർത്ഥമായ ബന്ധമാണ് നമുക്ക് ആനന്ദം കൈവരിക്കാൻ സാധിക്കുന്നത്. ഈശോ ചോദിക്കുകയാണ്, നീ പരാജിതനാണോ? പഠനത്തിലും ബിസിനസ്സിലും കർത്താവ് നിനക്ക് പ്രതിഫലം തരാൻ കാത്തിരിക്കുന്നു. നഷ്ടങ്ങളുടെ നടുവിലാണോ? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിത സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ നടുവിലാണോ നീ? ആ നടുവിലേക്ക് ഈശോ നിന്നെ സഹായിക്കാൻ കടന്നു വരികയാണ്. നീ രോഗപീഠകളാൽ ക്ലേശിതനാണോ? ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊന്ന് ചികിത്സ ചെയ്ത് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നീ വഴിമുട്ടി നിൽക്കുകയാണോ? നിന്റെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ടോ? നിന്റെ ശരീരത്തെ രോഗങ്ങൾ വിട്ടുമാറുന്നില്ലേ? കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. കടുത്ത ദാരിദ്ര്യത്തിലാണോ? കടക്കണിയിലാണോ നീ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലാണോ? കർത്താവ് പറയുന്നു, മക്കളെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. കർത്താവ് വീണ്ടും പറയുന്നു, സർവരും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുപോയോ? ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ ജീവിത പങ്കാളിയും ഒക്കെ ഉപേക്ഷിച്ചു പോയോ? കർത്താവ് പറയുന്നു, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരും മാറിപ്പോയാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ഭക്തർക്കുള്ളതാണ് അവിടുത്തെ പ്രതിഫലം. ഇതാ, നീ എവിടെ ഇരുന്നാലും അവിടേക്ക് കർത്താവ് കടന്നു വരികയാണ്. അവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകരുണയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ നേരുന്നു. ആമേൻ.